ഹായ് ഓൾ, നിങ്ങൾക്ക് നമസ്കാരം. സുനിൽ ടോക്സിന്റെ യുണീക്കായ ഒരു കണ്ടന്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇറ്റ് ഈസ് മീ സുനിൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുനിൽ ടോക്സ്. റിയാലിറ്റി ഇൻ ബിസിനസ് എന്ന വീഡിയോയ്ക്ക് കീഴിൽ വന്നിട്ടുള്ള ഒരു കമന്റിന്റെ റിപ്ലൈ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കമന്റ് എന്താണെന്ന് നോക്കാം. തുളസീധരൻ AK എന്ന ഐഡിയയിൽ നിന്ന് വന്നിട്ടുള്ള ടീം ബിൽഡിംഗ് ചെയ്യാൻ MLM വേണ്ട, MLM ചെയ്യുന്നതും തട്ടിവ. 3 ലെവൽ ഇൻകം കൊടുക്കണമെങ്കിൽ പ്രൊഡക്റ്റ് മേൽ 10 ഇരട്ടി വില കൂട്ടണം, എന്നാലേ ബൈനറി കൊടുക്കാൻ കഴിയൂ. ഇതിനെയാണ് തട്ടിപ്പെന്ന് പറയുന്നത്. ഇതാണ് കമന്റ്. ഈ കമന്റിന് ഞാൻ ടൈപ്പ് ചെയ്തൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി കൂടി വായിക്കാം. താങ്ക്സ് ഫോർ റെസ്പോൺസ്. ടീം ബിൽഡ് ചെയ്യാൻ MLM വേണം എന്ന് നിർബന്ധമില്ല. സമ്പത്തുള്ളവർ ടീം ബിൽഡ് ചെയ്യുന്നത് തൊഴിലാളികളെ വച്ചാണല്ലോ. എന്നാൽ സാധാരണക്കാരന് കോടികൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ടീം ബിൽഡ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് MLM തിരഞ്ഞെടുക്കാം. MLM ചെയ്യുന്നത് തട്ടിവ എന്നത് മനസ്സിലായില്ല. ബൈനറിയിൽ 3 ലെവൽ ഇൻകം കൊടുക്കണമെങ്കിൽ 10 ഇരട്ടി വില കൂട്ടണം എന്നത് തെറ്റിദ്ധാരണയാണ്. അതിന് വീഡിയോയുടെ റിപ്ലൈ ഇടാം. 2018 സ്റ്റാർട്ട് ചെയ്ത ഫിജിക്കാർട്ടിൽ ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് കൊടുക്കുന്നത് ബൈനറിയിലാണ്. സെയിൽ കൊടുത്തവർക്ക് ആ വരുമാനം കിട്ടിയില്ല എന്ന് പരാതി കേട്ടിട്ടില്ലല്ലോ. ഇതാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ട റിപ്ലൈ. ഈ റിപ്ലൈ പറഞ്ഞിരിക്കുന്ന ബൈനറിയിൽ 3 ലെവൽ ഇൻകം കൊടുക്കണമെങ്കിൽ 10 ഇരട്ടി വില കൂട്ടണം എന്നത് തെറ്റിദ്ധാരണയാണ്. അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. ആ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഫിജിക്കാർട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റുകൾ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ബൈനറിയിൽ എങ്ങനെയാണ് ഇൻകം കൊടുക്കണമെന്ന് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. അതല്ല ഇതെല്ലാം തട്ടിപ്പാണെന്ന് വിശ്വസിക്കുന്നവർ നിങ്ങളുടെ കമന്റ് ഇവിടെ തന്നെ ഇടുക. ഫിജിക്കാർട്ടിൻ്റെ ബൈനറി സിസ്റ്റം എന്താണെന്ന് നോക്കാം. കമ്പനി 6 തരത്തിലുള്ള വരുമാനമാണ് കൊടുക്കുന്നത്. ഈ 6 തരം വരുമാനം ലഭിക്കുന്നതിന് ഉള്ള ക്രൈറ്റീരിയയാണ് 100 സെയിൽസ് വോളിയം വരുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ട് ഈ ബിസിനസ് ആരംഭിക്കുക എന്നത്. അതിന് ആദ്യം ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാം. ഞാൻ ഇവിടെ എടുത്തത് നോനി ടൂത്ത് പേസ്റ്റ് ആണ്. 240 രൂപയാണ് പ്രൈസ് വരുന്നത്. ഒരു സെയിൽസ് വോളിയം ആണ് ഉള്ളത്. 100 സെയിൽസ് വോളിയം ആകുന്നതിന് 240 × 100 24,000 രൂപയാണ് കൊടുക്കുന്നത്. അങ്ങനെ X എന്ന പേരിൽ പാർട്ണർ സ്റ്റോർ ആരംഭിച്ചുകൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതായി കരുതുക. X 100 സെയിൽസ് വോളിയത്തിൻ്റെ ഉൽപ്പന്നം വാങ്ങിയപ്പോൾ കമ്പനിയിൽ ഒരു കച്ചവടം നടന്നു അല്ലേ? അതിൻ്റെ പ്രോഫിറ്റ് ആയി 13,500 രൂപ പ്രോഫിറ്റിൻ്റെ കോളത്തിൽ രേഖപ്പെടുത്തുന്നു. പ്രോഫിറ്റായി 13,500 രൂപ എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് സംശയം വരാം. അത് ബൈനറി സിസ്റ്റം വിശദീകരിച്ചതിനു ശേഷം പറഞ്ഞു തരുന്നതാണ്. X ചെയ്യേണ്ടത് ഇനി ടീം ബിൽഡിംഗ് ആണ്. അതിന് 2 സ്റ്റോറുകൾ, ഒന്ന് ലെഫ്റ്റ് ഓർഗനൈസേഷനിലും ഒന്ന് റൈറ്റ് ഓർഗനൈസേഷനും ആയി ആരംഭിച്ചു. എന്ന് വച്ചാൽ കമ്പനിയിൽ വീണ്ടും 2 കച്ചവടം നടന്നു. അതിൻ്റെ ലാഭമായി 27,000 രൂപ കമ്പനിക്ക് കിട്ടി. 2 കച്ചവടം നടത്തിയ Xന് കമ്പനി കമ്മീഷൻ കൊടുക്കണം. ഒരു സെയിൽസ് വോളിയത്തിന് 20 രൂപ വച്ചാണ് കമ്പനി കമ്മീഷൻ കൊടുക്കുന്നത്. 100 സെയിൽസ് വോളിയം കച്ചവടം നടന്നപ്പോൾ 2,000 രൂപ Xന് കൊടുക്കുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ 3 കച്ചവടത്തിൻ്റെ ലാഭമായി 40,500 രൂപയും കമ്മീഷൻ ആയി 2,000 രൂപയുമാണ് കമ്പനിക്ക് വരവും ചെലവും ആയിട്ടുള്ളത്. ഇത്രയുമാണ് Xൻ്റെ ഫസ്റ്റ് ലെവലിൽ നടന്നിട്ടുള്ളത് അല്ലേ? ഇനി Xൻ്റെ 2ാം ലെവൽ നോക്കാം. Xും Xൻ്റെ ലെഫ്റ്റും റൈറ്റിലും കൂടി 2 വീതം സ്റ്റോറുകൾ ആരംഭിച്ചു. അതിൻ്റെ ഫലമായി കമ്പനിയിൽ 4 കച്ചവടം നടന്നു അല്ലേ? അതിൻ്റെ പ്രോഫിറ്റായി 13,500 × 4 54,000 രൂപ കമ്പനിക്ക് കിട്ടി. ഇതിൽ സംശയമില്ലല്ലോ അല്ലേ? Xൻ്റെ 2ാം ലെവലിൽ നടന്ന 4 കച്ചവടത്തിൻ്റെ ഭാഗമായി Xന് 4,000 രൂപയും ഫസ്റ്റ് ലെവലിൽ ലെഫ്റ്റിൽ 2,000 രൂപയും റൈറ്റിൽ 2,000 രൂപയും കൂടി 8,000 രൂപയാണ് കമ്മീഷൻ ഇനത്തിൽ വരുന്നത് അല്ലേ?
എക്സിൻ്റെ രണ്ടാം ലെവലിലെ മൊത്തം കൂടി നോക്കുമ്പോൾ 7 കച്ചവടത്തിൻ്റെ 13,500 പ്ലസ് 27,000 പ്ലസ് 54,000 ലാഭം 94,500 രൂപ. മൊത്തം കമ്മീഷൻ്റെ ചെലവ് നോക്കുമ്പോൾ 8,000 പ്ലസ് 2,000 10,000 രൂപ മാത്രമാണ്. അല്ലേ? ഇതിലും ആർക്കും സംശയമില്ലല്ലോ. അടുത്തതായി എക്സിൻ്റെ മൂന്നാം ലെവൽ എങ്ങനെയാണ് എന്ന് നോക്കാം. മൂന്നാം ലെവലിൽ 8 പാർട്ട്നർ സ്റ്റോർ ആണ് ആകെ വരുന്നത്. 8 സ്റ്റോറുകളിൽ നിന്ന് 1,08,000 രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനിക്ക് കിട്ടിയത്. 8 കച്ചവടം നടന്നപ്പോൾ എക്സിനും എക്സിൻ്റെ ഫസ്റ്റ് ലെവലിലും എക്സിൻ്റെ സെക്കൻഡ് ലെവലിലും കൂടി എത്ര കമ്മീഷൻ കൊടുക്കണം എന്ന് നോക്കാം. എക്സിൻ്റെ കമ്മീഷൻ 8,000 രൂപ. ഫസ്റ്റ് ലെവലിൽ ഉള്ള പാർട്ട്ണർ സ്റ്റോറിന് ലെഫ്റ്റിൽ 4,000-ഉം റൈറ്റിൽ 4,000-ഉം അതുപോലെ സെക്കൻഡ് ലെവലിൽ വരുന്ന ലെഫ്റ്റിലെ 2 സ്റ്റോറുകൾക്ക് 2,000 വെച്ച് 4,000 രൂപയും റൈറ്റിലെ 2 സ്റ്റോറുകൾക്ക് 2,000 വെച്ച് 4,000 രൂപയുമാണ് കമ്മീഷൻ കൊടുക്കേണ്ടത്. അങ്ങനെ എക്സിന് 8,000 രൂപയും ഫസ്റ്റ് ലെവലിലുള്ള പാർട്ട്നേഴ്സിന് 8,000 രൂപയും സെക്കൻഡ് ലെവലിലുള്ള പാർട്ട്നേഴ്സിനും 8,000 കൂടി മൊത്തം 24,000 രൂപയാണ് കമ്മീഷൻ വരുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ മൂന്നാം ലെവലിൽ 15 കച്ചവടവും അതിൽ നിന്നും 2,02,500 രൂപയുടെ പ്രോഫിറ്റും 34,000 രൂപയുടെ കമ്മീഷൻ വിതരണവുമാണ് നടന്നിട്ടുള്ളത് എന്ന് കാണാം. എങ്കിൽ ഇനി എക്സിൻ്റെ 4-ാം ലെവൽ വിശദീകരണത്തിലേക്ക് പോകാം. 4-ാം ലെവലിൽ എക്സിൻ്റെ ലെഫ്റ്റിൽ 8 സ്റ്റോറുകളും റൈറ്റിൽ 8 സ്റ്റോറുകളും ആണ് വരുന്നത്. അതായത് 16 കച്ചവടമാണ് കമ്പനിക്ക് കിട്ടിയത്. അതിൽ നിന്നും 16 × 13,500 സമം 2,16,000 രൂപയാണ് വരുമാനം കിട്ടുന്നത്. ഇനി കമ്പനി എക്സിൻ്റെ ഫസ്റ്റ് ലെവലിൽ എക്സിൻ്റെ സെക്കൻഡ് ലെവലിൽ എക്സിൻ്റെ തേർഡ് ലെവലിൽ എന്നിങ്ങനെ സ്റ്റോറുകളിലും കമ്മീഷൻ കൊടുക്കണം. അല്ലേ? നമുക്ക് നോക്കാം. എക്സിന് ലെഫ്റ്റിൽ 8 കച്ചവടം നടന്നപ്പോൾ 8 × 2,000 16,000 രൂപയും ഫസ്റ്റ് ലെവലിൽ ലെഫ്റ്റിൽ 8,000 വീതവും റൈറ്റിൽ 8,000 വീതവും സെക്കൻഡ് ലെവലിൽ ലെഫ്റ്റിൽ 4,000 വീതവും 2 സ്റ്റോറിനും റൈറ്റിൽ 4,000 വീതം 2 സ്റ്റോറിനും കൊടുക്കണം. ഇനി മൂന്നാം ലെവലിൽ ലെഫ്റ്റിൽ 4 സ്റ്റോറുകൾക്ക് 2,000 വീതവും റൈറ്റിൽ 4 സ്റ്റോറുകൾക്ക് 2,000 വീതവും കൊടുക്കണം. 4-ാം ലെവലിലെ കമ്മീഷൻ ആയിട്ട് 64,000 രൂപയാണ് വരുന്നത്. 4-ാം ലെവലിൽ വരെ മൊത്തം കച്ചവടം നോക്കുമ്പോൾ 31 സ്റ്റോറുകൾ, അതിൽ നിന്നും 4,18,500 രൂപയുടെ വരുമാനവും 98,000 രൂപയുടെ കമ്മീഷനും ആണ് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഇനി എക്സിൻ്റെ 5-ാം ലെവലിൽ നോക്കുമ്പോൾ 32 സ്റ്റോറുകളും അതിൽ നിന്ന് 4,32,000 രൂപയുടെ പ്രോഫിറ്റും കമ്മീഷൻ ആയി 1,58,000 രൂപയുടെ ചെലവുമാണ് കമ്പനിക്ക് വരുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടത് എക്സ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 5 ലെവൽ എത്തുമ്പോൾ ഒരു ദിവസത്തെ മാക്സിമം തുകയായ 30,000-ൽ എത്തി എന്നതാണ്. എക്സിൻ്റെ 5-ാം ലെവലിൽ നോക്കുമ്പോൾ 32 സ്റ്റോറുകൾ ആണ് വന്നിട്ടുള്ളത്. അതിൽ ലെഫ്റ്റ് ഓർഗനൈസേഷനിൽ 16 സ്റ്റോറുകളും റൈറ്റ് ഓർഗനൈസേഷനിൽ 16 സ്റ്റോറുകളുമാണ് ഉള്ളത്. ഇവിടെ 15 സ്റ്റോറുകൾ മാച്ച് ആകുമ്പോൾ 30,000 ലഭിക്കുന്നത് കൊണ്ട് എക്സ് 5-ാം ലെവലിൽ 30,000 രൂപ സീലിംഗ് എമൗണ്ട് ആയി എന്ന് കാണാം. എക്സിൻ്റെ 6-ാം ലെവൽ നോക്കുമ്പോൾ 64 പാർട്ട്ണർ സ്റ്റോറുകൾ ഓപ്പൺ ആവുകയും അതിൽ നിന്നും 8,64,000 രൂപയുടെ വരുമാനവും കമ്മീഷൻ ഇനത്തിൽ 3,46,000 രൂപയുടെ ചെലവുമാണ് കമ്പനിക്ക് വരുന്നത്. ഇവിടെയും എടുത്തു പറയേണ്ട കാര്യമാണ് എക്സിൻ്റെ ഫസ്റ്റ് ലെവലിൽ വന്ന പാർട്ട്നേഴ്സും ലെഫ്റ്റിലെ ഫസ്റ്റ് പാർട്ട്ണറും റൈറ്റിലെ ഫസ്റ്റ് പാർട്ട്നേഴ്സും സീലിംഗ് അച്ചീവർ ആയി എന്നുള്ളതാണ്. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏതൊരാൾക്കും ഒരുപോലെ ലഭിക്കുന്ന അവസരമാണ് ഫിജിക്കാർട്ട്. ഇവിടെ എക്സ് സെയിൽ ചെയ്യുമ്പോഴും എക്സിൻ്റെ പാർട്ട്നേഴ്സ് സെയിൽ ചെയ്യുമ്പോഴും കമ്മീഷൻ കിട്ടുന്നു എന്നതാണ് ഈ ബിസിനസ്സിൻ്റെ പ്രത്യേകത. ഉൽപ്പന്നത്തിൻ്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം.
ഫിജിക്കാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നോനി ടൂത്ത് പേസ്റ്റിൻ്റെ വിലയോടൊപ്പം ബിസിനസ് വോളിയവും BV എന്ന് കാണാം. BV ആയി കൊടുത്തിട്ടുള്ളത് 94.5 രൂപയാണ്. പ്രോഫിറ്റിൻ്റെ 70% ആണ് ബിസിനസ് വോളിയം എന്ന് പറയുന്നത്. അതായത് കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ 70% ആണ് ബിസിനസ് വോളിയം എന്ന് പറയുന്നത്. അതായത് പ്രോഫിറ്റ് ഇൻറ്റു 70 ഡിവൈഡഡ് ബൈ 100 സമം 94.5 ആണല്ലോ. പ്രോഫിറ്റിൻ്റെ 70% ആണ് 94.5 എന്ന് പറയുന്നത്. അതായത് പ്രോഫിറ്റ് സമം 94.5 ഇൻറ്റു 100 ഹരണം 70 സമം 135 എന്ന് കിട്ടുന്നു. അതായത് 240 രൂപ വിലയ്ക്ക് നോനി ടൂത്ത് പേസ്റ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റാണ് 135 രൂപ. 240 രൂപ വിലയുള്ള നോനി ടൂത്ത് പേസ്റ്റിൻ്റെ 2 പേസ്റ്റാണ് സെറ്റാണിത്. ഇത് 2 എണ്ണം വിൽക്കുമ്പോഴാണ് 135 രൂപ കിട്ടുന്നത്. ആക്ച്വലി 120 രൂപ വീതമുള്ള 2 പേസ്റ്റുകളാണ് നോനി ടൂത്ത് പേസ്റ്റിലുള്ളത്. പ്രോഫിറ്റ് മാത്രം എടുത്തുകൊണ്ടാണ് വിശദീകരണം തന്നിട്ടുള്ളത്. കമ്പനിയുടെ പ്രോഫിറ്റ് എടുത്തു കാണിച്ചുകൊണ്ട് മാത്രമാണ് വിശദീകരണം തന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ ഉൽപ്പന്നത്തിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് കണ്ടുപിടിക്കാം. 240 മൈനസ് 135, അതായത് മൊത്ത വിലയിൽ നിന്ന് ലാഭം കുറച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദന വില കിട്ടുന്നു. 240 മൈനസ് 135 സമം 105 രൂപ. 240 രൂപയ്ക്ക് ഈ ഉൽപ്പന്നം കൊടുക്കുമ്പോൾ കിട്ടുന്ന 135 രൂപ മാനുഫാക്ചറിങ് കോസ്റ്റിൻ്റെ എത്ര ശതമാനമാണ് എന്നാണ് ഇനി നോക്കുന്നത്. അത് പ്രോഫിറ്റിൻ്റെ ലാഭശതമാനം എത്ര? 105 ഇൻറ്റു എക്സ് ബൈ 100 സമം 135. എക്സ് സമം 135 ഇൻറ്റു 100 ബൈ 105 സമം 128.57%. പ്രിയമുള്ളവരെ, ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, വെറും 128.57% മാത്രം ലാഭം എടുത്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിൻ്റെ 42% തിരിച്ച് പാർട്ട്നേഴ്സിന് തന്നെ കൊടുത്തുകൊണ്ടാണ് ഫിജിക്കാർട്ട് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് എവിടെ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങാവുന്നതാണ്. എന്നാൽ ഫിജിക്കാർട്ട് എന്ന ഈ കൺസെപ്റ്റിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും അത് ഉപയോഗിക്കുകയും ഈ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് തന്നെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന സിസ്റ്റമാണ് ഫിജിക്കാർട്ട്. ബൈനറിയിൽ 3 ലെവൽ കമ്മീഷൻ കൊടുക്കാൻ പ്രൈസ് 10 ഇരട്ടി ആക്കണം എന്ന്, അതുകൊണ്ട് ഇത് തട്ടിപ്പാണ് എന്ന് കമൻ്റ് ഇട്ട തുളസീധരൻ AK-നോട് എനിക്ക് പറയാനുള്ളത്, കച്ചവടം നടത്തി കൊടുക്കുന്നവർക്ക് ദിവസം 30,000 രൂപയും മാസം 9 ലക്ഷവും കൊടുത്തുകൊണ്ടിരിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് ഫിജിക്കാർട്ട്. അതിനുള്ള തെളിവുകളാണ് ഇതിലെ ബൈനറി സിസ്റ്റം എക്സ്പ്ലനേഷനിൽ ഉള്ളത്. ആര് എപ്പോൾ വന്നാലും ഈ പാറ്റേൺ ആണ് വരുന്നത്. ഇവിടെ എവിടെയാണ് ഉൽപ്പന്നത്തിൻ്റെ വില 10 ഇരട്ടി ഇട്ടിട്ടുള്ളത് എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ടീം ഒളിമ്പ്യനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.